സോ ഒരു എക്സസൈസിൻ്റെ ഫോം എങ്ങനെയായിരിക്കണം? ഇതിൽ പല പല കാര്യങ്ങളുണ്ട്. ആൾക്കാരെ നിങ്ങളെ പല രീതിയിൽ ഇപ്പോൾ ഒരു എക്സസൈസ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ടാവും, അല്ലെ പല രീതിയിൽ നിങ്ങൾ ആൾക്കാർ ചെയ്യുന്ന കാണുന്നുണ്ടാവും. ആൻഡ് നമ്മൾ പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സിന്, അതായത് റോണി കോൾമാനെ പോലത്തെ ആൾക്കാരൊക്കെ നോക്കിയാൽ പല രീതിയിലുള്ള ഫോമിൽ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു വർക്കൗട്ടിന് ആക്ച്വലി ഒരു കറക്റ്റായിട്ടുള്ള ഫോം ഉണ്ടോ? ആൻഡ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് ഫോളോ ചെയ്യണം. നമുക്കിത് നോക്കാം. അപ്പോൾ ഞാനിതിൽ ഫസ്റ്റ് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ചില എക്സ്പീരിയൻസാണ്. ഞാൻ ഒരുവിധമൊക്കെ എല്ലാ എക്സസൈസും ട്രൈ ചെയ്ത് നോക്കിയ ഒരാളാണ് ഇത്രയും കാലം കൊണ്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ട്. ആൻഡ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഓരോ എക്സസൈസും ഓരോ ആളുടെ അനാട്ടമി, അതായത് ബോഡി എങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടതെന്നനുസരിച്ചിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതിൻ്റെ ഫോമിൽ വരാനുള്ളത്. ഇപ്പം നമ്മളൊരു വർക്കൗട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ബൈസെപ്പ് കേൾ. നമ്മളിപ്പോൾ എന്താണ് ശരിക്കും ചെയ്യുന്നത്? നമ്മുടെ എൽബോ ജോയിൻ്റ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട്, നമ്മളെ ബൈസെപ്പ് മസിൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മസിലിനെ കൺട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ വരുമ്പം ഇപ്പോൾ എൻ്റെ എൽബോ ജോയിൻറ്റ് ഉണ്ടാക്കപ്പെട്ടത് ചിലപ്പോൾ കുറച്ച് റൈറ്റ് ടിൽറ്റഡ് ആയിരിക്കാം. അപ്പോൾ എൻ്റെ നാച്ചുറലായിട്ടുള്ളൊരു കേളിങ് മൂവ്മെൻറ്റ് കുറച്ച് ഔട്ട് സൈഡേക്കാണ് വരുന്നത്. ഇപ്പോൾ ഒരാളുടെ ഇൻസൈഡേക്കാണ് വരുന്നതെങ്കിൽ അയാളുടെ കൈ കുറച്ച് ഉള്ളിലേക്കായിരിക്കും വരിക. അപ്പോൾ അയാളോട് ഒരിക്കലും നിങ്ങൾ നേരെ തന്നെ കൈവച്ച് ബൈസെപ്പ് കേൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് കറക്റ്റ് ഫോമല്ല. നിങ്ങൾ പലരും സ്ക്വാട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. പല ആൾക്കാരും സ്ക്വാട്ട് ചെയ്യുമ്പോൾ നല്ല വൈഡായിട്ടുള്ള സ്റ്റാൻസാണ് എടുക്കുന്നത്. എന്നാൽ ചില ആൾക്കാർക്ക് നേരോ ആയിട്ടുള്ള സ്റ്റാൻസ് ആയാലും കുഴപ്പമില്ല. ചില ആൾക്കാരുടെ കാലുകൾ, അതായത് മുട്ടുകൾ വളരെയധികം വൈഡായിട്ട് വരും, ചില ആളുടെ അത്രയും വൈഡായിട്ട് വരില്ല. ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രക്ചറലായിട്ട് ഉണ്ടാക്കപ്പെട്ട എങ്ങനെയാണ്, അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബോഡി മൂവ് ചെയ്യുക എന്നതാണ്. ഫോർ എക്സാമ്പിൾ, ചില മോഷൻസിൽ നമുക്ക് റേഞ്ച് ഓഫ് മോഷൻ എല്ലാവരെ പോലെ കിട്ടിയെന്ന് വരില്ല. അത് നമ്മുടെ ആക്ച്വലി ഫ്ലെക്സിബിലിറ്റി കാരണം മാത്രമായിരിക്കണം എന്നില്ല. ആക്ച്വലി നമ്മളെ ബോഡി ഉണ്ടാക്കപ്പെട്ടത്, അതായത് നമ്മുടെ ബോൺ സ്ട്രക്ചർ ഉണ്ടാക്കപ്പെട്ടത് അത്രയും മൂവ്മെൻറ്റ് തരാൻ മാത്രമായിരിക്കാം. അപ്പോൾ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളൊരു വർക്കൗട്ടിൻ്റെ ഫോം എങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ടാണോ എന്ന് മനസ്സിലാക്കാൻ. ഞാനിതിൽ ഒരു എക്സാമ്പിൾ കൂടി വെച്ചിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഓവർ ഹെഡ് ഡംബൽ എക്സ്റ്റൻഷൻ, നമ്മൾ ട്രൈസെപ്സിന് വേണ്ടി ചെയ്യുന്ന എക്സസൈസ്. ഞാൻ ഓൾമോസ്റ്റ് എപ്പോഴൊക്കെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് നല്ല രീതിയിൽ എൽബോ പെയിൻ വന്നിട്ടുണ്ട്. സോ ഞാൻ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്തൊരു എക്സസൈസുകളിലൊന്നാണിത്. അപ്പോൾ ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എൻ്റെ മേലിൽ തന്നെ. ലൈക്ക് എനിക്ക് എപ്പോഴൊക്കെയാണ് ഈ എൽബോ പെയിൻ വരുന്നത് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഡംബൽ വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് എൽബോയിൽ പെയിൻ വരുന്നത്. ആസ് കമ്പയർ ടു ഞാൻ റോപ്പ് വെച്ചിട്ട് മെഷീനിൽ ഈ ട്രൈസെപ്പ് എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമില്ലായിരുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ എൽബോസ് കുറച്ച് വൈഡായിട്ടാണ് ഇരിക്കുന്നത് റോപ്പ് എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ. ഞാൻ എൻ്റെ എൽബോസിനെ ഫോഴ്സ് ചെയ്ത് കൈ ഉള്ളിലേക്ക് വെക്കുന്നില്ല. ലൈക്ക് നിങ്ങൾ പല ഫോം കറക്റ്റ് ചെയ്യാൻ പല വീഡിയോസിലും പല ട്രെയിനേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. ലൈക്ക് എൽബോസ് കുറച്ച് അടുപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾ ട്രൈസെപ്പ് എക്സ്റ്റൻഷൻ ചെയ്യണം ഡംബൽ. എന്നാൽ എല്ലാവർക്കും അങ്ങനെ പറ്റിയെന്ന് വരില്ല. ഓരോ ആളെ അനാട്ടമി അനുസരിച്ചിട്ട് മാറും. സോ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് എൻ്റെ ബോഡിക്ക് അനുസരിച്ചിട്ട് എനിക്ക് ഏറ്റവും സൂട്ടബിൾ ആകുന്ന പൊസിഷൻ കുറച്ച് വൈഡായിട്ടായിരുന്നു. അതെനിക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ടൈം എടുത്തു. സോ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അടുപ്പിച്ച് വെച്ചതുകൊണ്ട് ഉണ്ടായി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം, കറക്റ്റായിട്ട് ഒരു ഫോമിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ, അതുപോലെ നമുക്ക് ട്രെയിനേഴ്സൊക്കെ പറഞ്ഞിരുന്ന ഫോം, ഇതൊക്കെയെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒപ്റ്റിമൽ അല്ലെങ്കിലും ഏകദേശം ഒപ്റ്റിമൽ റേഞ്ചിലാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ വരുത്തേണ്ടി വരൂ. അത് നിങ്ങളുടെ ബോഡി അനാട്ടമി അനുസരിച്ചിട്ടായിരിക്കും. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിനർ തന്നെ നിങ്ങളെ മനസ്സിലാക്കിയിട്ട് അത് ചെയ്തു തരേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള എക്സസൈസിൻ്റെ ഫോമിൽ നിങ്ങൾ ചെയ്യാൻ നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.